എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കീപ് സീക്രറ്റ്സ് ആൻഡ് റിവീൽ ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് രഹസ്യങ്ങൾ സൂക്ഷിക്കുക, അത് വേണ്ടി വന്നാൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം ഒരല്പം പുറത്തുവിടുക. കഴിവതും പുറത്തു വിടാതിരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു രഹസ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് അത് സൂക്ഷിച്ചു വെക്കുന്നതിലാണ്, അതല്ലാതെ അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലല്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ പല ആളുകളും, നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പല കാര്യങ്ങളും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം. പല രഹസ്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത, നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം നമ്മളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളായിട്ട് ചിലപ്പം ഒരുപക്ഷെ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള പല രഹസ്യങ്ങളുണ്ടാകാം. അതെല്ലാം നമ്മൾ പുറത്ത് പറയണമെന്ന് നിർബന്ധമില്ല. മിക്ക ആളുകളുടെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം അത് മറ്റൊരാളോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് എൻ്റെ തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ചിന്ത മാത്രമാണ്. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഒരു കടൽ പോലെ ആഴമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ്, മനുഷ്യ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. കാരണം നമ്മളെ ഒരുപക്ഷെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കാം ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം, അവരുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം അവർ പറഞ്ഞത്. അത് നമ്മൾ എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട യാതൊരു കാര്യമില്ല. കാരണം ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പല ആളുകളുടെയും പല കാര്യങ്ങളും നമുക്ക് അറിയുന്നുണ്ടാകും. പക്ഷെ അത് പുറത്ത് പറയുന്നതുകൊണ്ട് ആർക്കെങ്കിലും ദോഷം ആണ് വരാൻ സാധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് ചെറിയ രീതിയിൽ ഭാഗ്യമായിട്ടെങ്കിലും ചിലപ്പം പറയേണ്ടതായിട്ട് വരും. പക്ഷെ അത് പറയേണ്ട സാഹചര്യം വരുവാണെങ്കിൽ മാത്രം ചെയ്യുക. ഒരാളൊരു തെറ്റ് ചെയ്തു, അതുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരാൾക്ക് വലിയൊരു ദോഷം സംഭവിക്കും എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള സമയത്ത് അതിനെ പുറത്തു വിടുക എന്നുള്ളതാണ്. ആ സമയം കഴിഞ്ഞിട്ട് പുറത്തു വിട്ടാലും ചിലപ്പോൾ ഗുണമുണ്ടാവില്ല. അപ്പം ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് അത് ഏത് പുറത്തു പറയണം, ഏത് പറയാൻ പാടില്ല, എപ്പോൾ പറയണം എന്നുള്ളത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്വമായിട്ടുള്ളൊരു മനസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. എന്നാലും ഇതിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന രഹസ്യങ്ങൾ പരമാവധി അത് സൂക്ഷിച്ചു തന്നെ വെക്കാനായിട്ട്, ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇപ്പം നല്ലൊരു നേതാവ് എന്നുള്ള രീതിയിൽ വളരണം എന്നുണ്ടെങ്കിൽ വളരെ അത്യാവശ്യമുള്ള ഒരു പ്രത്യേകത ഉള്ള ഒരു കഴിവാണ് ഈ പറഞ്ഞത്. എല്ലാവർക്കും ഈ ഒരു കഴിവ് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.